മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ചെമ്പരത്തി പൂവും കൊണ്ടൊരു വട്ടയപ്പം ഉണ്ടാക്കാം. അതിന് ചേരേണ്ട സാധനങ്ങൾ ഞാൻ റവയാണ് എടുത്തത്. റവ, മുട്ട, ചെമ്പരത്തി പൂവ് എല്ലാം കൂടെ അരച്ചെടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമുക്കത് അടുപ്പ് വെച്ച് കൊടുക്കാം. കണ്ടോ, ചെമ്പരത്തി പൂവിൻ്റെ വട്ടയപ്പം. ചെമ്പരത്തി പൂവ് അരച്ചതാണിത്. അതിൻ്റെ നിറയത്. അപ്പം എന്നിട്ട് നല്ല സൂപ്പർ ഒരു വട്ടയപ്പം നമുക്ക് ആക്കിയെടുക്കാം. അടുപ്പ് വെച്ച് വേവിച്ചെടുക്കുക. ആദ്യം ചെമ്പരത്തി പൂവും മുട്ടയും ഇവിടെ അരച്ചെടുക്കുക. അരച്ചെടുത്ത ശേഷം റവയും അതിലിട്ട് കുറച്ച് തേങ്ങായും അരച്ച്, തേങ്ങായോ തേങ്ങാപ്പാലോ ഏതെങ്കിലും ചേർത്തിട്ട് ചൂടാ. ചെമ്പരത്തി പൂവും കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയത്. അല്ല, സൂപ്പർ വട്ടയപ്പം. നമുക്കതൊന്ന് മുറിച്ച് നോക്കിയാലോ? മുറിക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ അല്ലെ, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ചെമ്പരത്തി പൂവും കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയത്. ചെമ്പരത്തി പൂ അരച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ നിറം. വെന്തോന്ന് നോക്കാം ആദ്യം തന്നെ. ഇച്ചിരി കൂടെ വേവാനുണ്ട്. വെന്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെമ്പരത്തി പൂവും കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയത്. നല്ല രുചിയുള്ള സാധനം. ഞാൻ ആദ്യം ഉണ്ടാക്കി ഞങ്ങൾ തിന്ന ശേഷമാണ് പിന്നെ ഇന്നൊന്നും ഉണ്ടാക്കിയതാണ് നിങ്ങളെയൊക്കെ കാണിക്കാൻ. ഈ ചെമ്പരത്തി പൂവൊക്കെ എന്തോരം നിന്ന് പോകുന്നതെന്നറിയാമോ? ഒരു ഔഷധമാണിത്. പഴയ കാലം തൊട്ടേ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ചെമ്പരത്തി പൂവിന് എന്ത് വിലയാണെന്നറിയാമോ? ഇവിടങ്ങളിൽ നിന്നെല്ലാം തമിഴ്നാട്ടുകാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ചെമ്പരത്തി പൂവ്, ചെമ്പരത്തിയുടെ ഇല എല്ലാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. ചെമ്പരത്തി പൂവും കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയത്.